ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നോ. ധനകാര്യമന്ത്രിക്ക് ഇഷ്ടമായില്ല. എവിടെയാ പൂച്ച പെറ്റുകിടക്കുന്നത്? സാധാരണ പൂച്ച പ്രസവിക്കുന്നത് ആരും വരാത്ത, ഒരു ശല്യവുമില്ലാത്ത, ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലത്തെ പൂച്ച പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലത നമ്മുടെ ഖജനാവ് തന്നെയാണ്. പൂച്ച പെറ്റ് കിടക്കുന്നുവെന്ന് 100 തവണ പറഞ്ഞ് ആ നുണയെ സത്യമാക്കാമെന്ന വി.ഡി. സതീശന്റെ ഗീബൽസ്യൻ തന്ത്രമാണ് ഇന്ന് ആധികാരികമായി പൊളിഞ്ഞു വീണത്. വി.ഡി. സതീശനും എ.കെ. ആന്റണിയും പറഞ്ഞ ആ ഖജനാവിൽ 5429 കോടി രൂപയുണ്ടെന്നാണ് ഒടുവിലത്തെ കണക്ക്. 2 മാസത്തെ ക്ഷേമ പെൻഷനുള്ള പണം കൂടി നീക്കിവെച്ച ശേഷമുള്ള തുകയാണിത്. കടമെടുപ്പ് മഹാ അപരാധമാണെന്ന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 7 ദിവസത്തിനുള്ളിൽ കടമെടുത്തത് 4500 കോടിയോളം രൂപയാണ്. അധികാരത്തിലേറിയാൽ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കുമെന്ന് വീമ്പിളക്കിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് സമ്പാദിച്ച പേര് അന്വർത്ഥമാക്കുകയാണോ? തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് പടച്ചുവിട്ട നുണകൾ പോലെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പൊള്ളയാകരുത് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. കേന്ദ്രം സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചിട്ടും ചെലവ് വെട്ടിച്ചുരുക്കാതെയും തനത് നികുതി വരുമാനം കൂട്ടിയും ഒരു നാടിനെ കരുത്തോടെ നിർത്തിയത് എത്ര നുണക്കോട്ടകൾ കെട്ടിയാലും മറക്കുവാൻ കഴിയുമോ? പൂച്ച പെറ്റുകിടന്നുവെന്ന് പറഞ്ഞ ആ ഖജനാവിൽ നിന്നെടുത്ത പണം കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ വസതിയടക്കം മോടി പിടിപ്പിക്കുന്നത്? വാസ്തവവുമായി പുലബന്ധമില്ലാത്ത നുണകളല്ലേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്? നുണകൾ മാത്രമല്ലേ പെറ്റുപെരുകിച്ചുകൊണ്ടിരുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. അതായത് ശ്രീ മഞ്ചവിളാകം, ഈ വി.ഡി. സതീശൻ മുൻപ് പലതവണ പൊതുവേദികളിലടക്കം വാർത്താ സമ്മേളനങ്ങളടക്കം ആവർത്തിച്ചു കൊണ്ടിരുന്നതാണ് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നുള്ളത്. ഏതായാലും ആ ഖജനാവിൽ കാശില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മേനി നടിച്ച് നടക്കാൻ കഴിയുമായിരുന്നില്ല വി.ഡി. സതീശനും മന്ത്രിമാർക്കും. 5429 കോടി രൂപ നീക്കി വച്ചിട്ടാണ് പിണറായി സർക്കാർ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തത്. എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്ന്. ഇനിയും പറയാൻ കഴിയുമോ ആ നുണ? നോക്കൂ, 5429 കോടി രൂപ ഒന്നാം തീയതി ഉണ്ട് എന്ന് വിവരാവകാശം പറയുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നികുതി ആ ഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഖജനാവിൽ ഇഷ്ടം പോലെ പണമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിൽ കൊടുത്തില്ല? ആ പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് ക്ഷേമനിധി കൊടുക്കുന്നില്ല. 10-20 മാസമായി കുടിശ്ശികയാണ്. സർക്കാരിന് പണമില്ല എന്നുള്ളത് ധനമന്ത്രിയാണ് സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളിലും സാമ്പത്തിക കുറവാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ. പിന്നെ ഒരു കാര്യം പറയാം, കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അതുകൊണ്ടാണ് കേരളത്തിലെ ജനത 102 സീറ്റോടുകൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സഹായിച്ചത് എന്നുള്ളത് ആ യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ടാണ്. അതിനെ ഒളിച്ചു വെക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ എന്താ തെറ്റ്? ആ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താനുള്ള കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AC വെക്കാൻ എത്രയാ ചെലവാക്കിയത്? എന്തിനേറെ പറയുന്നു, നമ്മുടെ മഹാനടൻ മോഹൻലാലിനെ പോലും മുഖ്യമന്ത്രി അവസാന നാളുകളിൽ വീട്ടിലിരുത്തി ഷൂട്ട് ചെയ്തതിന് ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. ഇതാരുടെ പണമാണ്? ഖജനാവിലെ കൊള്ളയടിക്കുകയായിരുന്നില്ലേ സർക്കാർ? ഇപ്പൊ AC എന്താ? ക്ലിഫ് ഹൗസിലെ AC ഇപ്പൊ വെറുതെ ഡെറ്റാകാൻ പോവുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് AC വെച്ച കാലിത്തൊഴുത്തിന്റെ ആവശ്യമില്ല. അവിടെ ഉണ്ടായിരുന്ന പശുക്കളെ എല്ലാം നിങ്ങൾ മാറ്റി. ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയതോടൊപ്പം അവിടുത്തെ പശുക്കളെ മാറ്റി. ഇനി ആ AC അത് ആർക്കുത്തരം പറയും? ACക്ക് ചിലവാക്കി മഞ്ചവിളാകം, താങ്കൾ പറഞ്ഞ AC പശുമുറിയൊക്കെ കേട്ടു. അതായത് 1,72,00,000 രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിന് വേണ്ടി അന്ന് ആ വകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ തുക മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് ആ തുക നൽകേണ്ടതില്ല, അങ്ങനെ ഒരു അറ്റകുറ്റപ്പണി വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 3,92,00,000 രൂപയാണ് നിങ്ങളുടെ സർക്കാർ അധികാരത്തിലേതിന് ശേഷം അറ്റകുറ്റപ്പണി എന്ന് മറ്റു മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്ന അറ്റകുറ്റപ്പണി.
LDF സർക്കാർ ആയിരുന്നെങ്കിലും ഓടി പിടിപ്പിക്കലാണ്. 3,92,00,000 രൂപ. ഈ പൈസ എവിടെ നിന്നാണ് വന്നത്? 3,92,00,000 രൂപ എവിടെ നിന്നാണ് എടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ നിങ്ങൾ അത്രയ്ക്ക് വല്ലാത്ത രീതിയിൽ ആ ഖജനാവ് കാലിയാക്കി പോയിരുന്നുവെങ്കിൽ ഈ പറയുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഈ കൊടുക്കാൻ കഴിയുമായിരുന്നോ നിങ്ങൾക്ക് പണം? എന്തൊക്കെയാണ് നിങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്? ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഈ സർക്കാർ? പെൻഷൻ കൃത്യമായി കൊടുത്തില്ലേ? ക്ഷേമ പെൻഷൻ കൊടുത്തില്ലേ? അതോടൊപ്പം തന്നെയാണ് ഈ ലൈഫ് മിഷനിലൂടെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തില്ലേ? ഏത് മേഖലയിലാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാതി എവിടെ നിന്നെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? ഇപ്പോൾ എവിടെ നിന്നും ഒരു ക്ഷേമനിധി പെൻഷനുമായി രംഗത്തെത്തിയിരിക്കുക മഞ്ചവിളാകം പോലുള്ളവർ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷേ VD സതീശനും അതോടൊപ്പം തന്നെ AK ആൻ്റണിയും ഒക്കെ ഒരുപക്ഷെ 10 വർഷം ബ്ലാക്ക് ഔട്ട് ആയിരുന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് AK ആൻ്റണിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ട്, ഇനി പാപ്പരായൊരു സംസ്ഥാനമാണ്, മുണ്ടുമുറുക്ക് ഉടിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഒരു ജനതയും മുണ്ടുമുറുക്ക് ഉടുത്തില്ല, പാപ്പരായിരുന്നില്ല സംസ്ഥാനം. ഒരുപക്ഷെ 10 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം ഓർത്തിട്ടാകണം ഈ AK ആൻ്റണിയും VD സതീശനും അടക്കം ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ ആ സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ചത് AK ആൻ്റണിയും VD സതീശനുമായിരുന്നു. അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ VD സതീശനല്ലേ? ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് AK ആൻ്റണി അല്ലേ? അത് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിപക്ഷത്തിൻ്റെ CPM നേതാക്കളല്ല. ഇങ്ങനെ പറയുമ്പോൾ 5429 കോടി എന്ന് പറഞ്ഞ വലിയ തുക തന്നെയാണ് ശ്രീ മഞ്ചവിളാകം. അതിനെ ഏതെങ്കിലും കള്ളം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല, നുണകൾ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നതല്ല മഞ്ചവിളാകം. അത് നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ക്ലിഫ് ഹൗസ് 5-10 വർഷം താമസിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി താമസിച്ച ക്ലിഫ് ഹൗസ് ഒന്ന് മാറി പുതിയ മുഖ്യമന്ത്രി ഞാൻ എടുക്കുമ്പോ നിങ്ങൾ ഇവിടെ പറഞ്ഞ 3 ലക്ഷത്തി ചെല്ലുവാനും രൂപ 3 ലക്ഷത്തോളം രൂപ മെയിൻ്റനൻസ് ചെലവാക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ. 3 ലക്ഷം രൂപയല്ലേ മെയിൻ്റനൻസ് ചെലവാക്കുന്നത്? 3 അല്ല 3 കോടി. അത് മഞ്ചവിളക്കത്തിന് 3,92,00,000. 3 കോടി. സമ്മതിക്കുന്നു 3 കോടി. അത് കാലാകാലങ്ങളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രി മാറുമ്പോൾ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾക്ക്, AC മെയിൻ്റനൻസിന്, അതേപോലെ വീട്ടിന്റെ മെയിൻ്റനൻസിന് അത് സ്വാഭാവികം. പക്ഷെ ഞാൻ വേറെ കാര്യം തുറന്നു ചോദിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി റോഡ് യാത്ര ചെയ്യുമ്പോ എത്ര വണ്ടിയായിരുന്നു? 10ഉം 15ഉം വണ്ടിയും ആംബുലൻസും അതിന്റെ ചെലവെല്ലാം പോയില്ലേ? അവരാരെങ്കിലും സിജുന്ന് മനസ്സിലാക്കി. താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VD സതീശൻ സഞ്ചരിച്ചെന്ന് താങ്കൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നതാണ് Z+ കാറ്റഗറിയെ കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളല്ലെങ്കിൽ പോലും ഏത് മുഖ്യമന്ത്രി ആയാലും കൊടുക്കുന്നതാണ്. ഇങ്ങനെ വലിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞെന്താണ്? പൂച്ച പറ്റി കിടക്കുന്നു. നാണമുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരളീയർ ചോദിക്കുന്നത്. എങ്ങനെയാണ് പൂച്ച പറ്റി കിടന്നത്? ഈ പണം കൊണ്ടല്ലേ നിങ്ങളുടെ 7ാം ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ VD സതീശൻ യാത്രയിൽ 140 മണ്ഡലങ്ങളിലും അദ്ദേഹം എടുത്തു പറഞ്ഞു തന്നെയാണ് കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നു. അത് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയ കേരളത്തിലെ ജനങ്ങൾ 102 സീറ്റിൽ കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിൽ കയറ്റി. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം പറഞ്ഞത് പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. ഒരു സർക്കാർ മാറുമ്പോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത് സ്വാഭാവികം. ഇവിടെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് മെയിൻ്റനൻസ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കാലിത്തൊഴുത്തിന് എന്തി അതുണ്ടാക്കിയ ചെലവ് എവിടെ ചെയ്യും? മഹാനടൻ മോഹൻലാലിനെ വിളിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ പൈസ എവിടെ നിന്ന് ആർക്ക് ചെയ്യും? ഈ ആവശ്യമില്ലാതെ 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 10-12 വണ്ടിയാണ് ആംബുലൻസ് ഉൾപ്പെടെ. അത് മാത്രമല്ല, റോഡെ പാവപ്പെട്ട നമ്മുടെ പോലുള്ളവർ സുജുവും ഞാൻ യാത്ര ചെയ്യുമ്പോ അവിടെ നിർത്തുകയാണ് പോലീസ്. അതാ മുഖ്യമന്ത്രി വരുന്നു, യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര തടഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്രയെ ദുരിതമുണ്ടാക്കിയ അതിന്റെയൊക്കെ ഫലമാണ് 10 വർഷം ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ കൊള്ളാം. ഈ പൂക്കിച്ചിരിയൊക്കെ ചിരിച്ചാൽ ആൾക്കാർക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് 5429 കോടിയുടെ വിഷയം അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല, ആ പണം പണമേ അല്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഖജനാവ് പൂച്ച വെച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞ് ശരിയാണെന്ന് മഞ്ചവിളാകം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മോഹൻലാലിനെ പങ്കെടുപ്പിച്ച ലക്ഷങ്ങൾ ചെലവഴിച്ച്, എനിക്കറിയാൻ കഴിയുന്നില്ല എത്ര ലക്ഷം ചെലവഴിച്ചു എന്നുള്ളത്. മോഹൻലാലിനെ പങ്കെടുപ്പിച്ചതും അദ്ദേഹം കാറിൽ സഞ്ചരിച്ചതൊക്കെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വിഷയം. കേരളത്തെ സംബന്ധിച്ച് 2 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടത്തിലേക്ക്. അതായത് രാജ്യത്ത് തന്നെ കടത്തിൻ്റെ പരിധി കുറച്ചത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. രാജ്യം കേന്ദ്ര സർക്കാർ 55% GDP-യുടെ കടമെടുക്കുമ്പോൾ കേരളം 35% ചുരുക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ചെലവ് ചുരുക്കി ജനത്തിൻ്റെ ചെലവ് ചുരുക്കാതിരുന്ന ഒരു സംസ്ഥാന സർക്കാർ 5429 കോടി
പരിധി ആ 5429 കോടി ബാക്കി വെച്ച് നോക്കുമ്പോൾ അതിനെ കൂടി കളിയാക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിനെ എങ്ങനെ വിലയിരുത്തും താങ്കൾ? നോക്കൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയുന്ന സന്ദർഭത്തിൽ വലിയ നിലയിലുള്ള കള്ളപ്രചാര വേല, ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസിൻ്റെ പ്രചാരണ തന്ത്രമാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഈ മണ്ണിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് കേരളത്തിലെ ഖജനാവിനെ സംബന്ധിച്ചാണ്. എത്രമാത്രം വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നത് ഇന്നിപ്പോൾ രേഖകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹം ഭരണം വിട്ടൊഴിയുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു, മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം 6000 കോടി രൂപയുടെ മിച്ചം കേരളത്തിലെ ഖജനാവിനുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ അന്ന് പറഞ്ഞത് ഇതെല്ലാം പച്ചക്കള്ളമാണ്, അവിടെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിലാര് പറഞ്ഞതാണ് സത്യം എന്നുള്ളത് ഡാറ്റ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പൗരനെന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം തുടർച്ചയായി ഈ കള്ളം പറയുന്ന പരിപാടി വെച്ച് നിർത്തും എന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ആ കള്ളപ്രചാരവേല, ആ കള്ളപ്രഖ്യാപനങ്ങൾ തുടർച്ചയായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ വാഹനം മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജെൻസി പുതുതലമുറയ്ക്ക് അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നേരെ ഘടകവിരുദ്ധമായിട്ടാണ്. ആ വിഭാഗത്തിൻ്റെ വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ചമച്ച ഒരു കള്ളക്കഥയാണത്. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര മെയ് 15 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ആ കള്ളം ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തു, ജൂൺ 15 ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഓഗസ്റ്റ് 15 ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, കേരളത്തിലെ പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും. വിദ്യാസമ്പന്നരായിട്ടുള്ള മുഴുവൻ യുവാക്കൾക്കും സ്വയം സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ ഓരോ പൗരനും 25 ലക്ഷം രൂപ വീതം നൽകും. ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ, പ്രഖ്യാപന കള്ളങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അരി എത്രയെന്ന് ചോദിക്കും. താങ്കൾ വിട്ടുപോയൊരു കാര്യം, ഈ ആശമാരുടെ സമരത്തിൽ വേദിയിൽ വന്ന് പറഞ്ഞ കാര്യം താങ്കൾ പറയാൻ മറന്നുപോയതാണ്. അതായത് 21,000 രൂപ, ആദ്യ മന്ത്രിസഭാ യോഗം എടുക്കുന്ന തീരുമാനം 21,000 രൂപ, 3,000 രൂപ കൊടുത്തു എന്നതാണ്. ഇപ്പോൾ 3,000 രൂപ വർദ്ധിപ്പിച്ചു. 21,000 രൂപയുടെ കാര്യം മാധ്യമങ്ങളൊന്നും പറയുന്നത്, അതുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായി. അതുകൂടി താങ്കൾ വിട്ടുപോയതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യ ക്യാബിനറ്റ് 21 അല്ല, ആദ്യ അവിടെ ആശാമാരുടെ യോഗത്തിൽ ചെന്നിട്ട് 3,000 രൂപയാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയണം. അങ്ങനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അല്ലല്ലേ, ശരി, എന്തെങ്കിലും കള്ളം പറയരുതേ. അന്ന് ആശാമാരുടെ സമരം നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ ചെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 3,000 രൂപയാണ് തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലല്ലോ, എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മുദ്രാവാക്യം അംഗീകരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതെന്റെ അവസരമാണ്. നിങ്ങൾ പറയുമ്പോൾ ക്ഷമയോടുകൂടി കേട്ടിരുന്നയാളാണ്. നിങ്ങളുടെ മുദ്രാവാക്യം അംഗീകരിക്കും. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഫയലിലായിരിക്കും ഞാൻ ആദ്യം ഒപ്പിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവരുടെ മുദ്രാവാക്യം അംഗീകരിച്ചിട്ടില്ല. 3,000 രൂപയാണ്. അതിലൊരു കണക്കുണ്ട്. ആ 3,000-ഉം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന 500 രൂപയും, അപ്പോൾ 3,500. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവർക്ക് കൊടുത്തിട്ടുള്ളത് 9,000 രൂപ ശമ്പള വർധനവ്. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 9,000-നേക്കാൾ വലുതാണ് 3,500 എന്ന തുകയാണ്. നിർഭാഗ്യവശാൽ ചില ആളുകൾ ഈ സർക്കാരിനെ വെള്ളപൂശാൻ, തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി വെള്ളപൂശാൻ പെടാപ്പാട് വിടുന്ന ചില ആളുകൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വലിയ നിലയിൽ വർത്തമാനം പറഞ്ഞല്ലോ. ഈ സ്കൂൾ പ്രവേശനോത്സവം ഇപ്പോൾ ആഘോഷപൂർവ്വം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സാമ്പത്തിക ചെലവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 4 കോടി രൂപ മുടക്കി മന്ദിരങ്ങൾ ആർഭാടപൂർവ്വം മോടി പിടിപ്പിക്കുന്നതിന് അവർക്ക് ഒരു സാമ്പത്തിക പരാധീനതയും അവരെ ബാധിച്ചിട്ടില്ല. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയെ തീരുമാനിച്ചു. ഇന്നലെ വരെ മറുനാടൻ മലയാളിയിലിരുന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ
വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആ മാധ്യമത്തിൽ നിൻ്റെ പ്രതിനിധിയെ ഇന്നിപ്പോൾ ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ് ക്ലബ് സെക്രട്ടറിയായി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് എല്ലാ നിലയിലും അതിൽ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന ആരോപണം ഇന്നലെ വരെ ഉന്നയിച്ച രത്തൻ കേൽക്കർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നിരിക്കുകയാണ്. ജനഗണമനയുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം തെറ്റായ വാർത്ത സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുള്ള അറിവ് വെച്ചാണെങ്കിൽ താങ്കളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കണം. 1937 നിങ്ങളുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സർദാർ വല്ലഭായ് പട്ടേലുമൊക്കെ ഒരുമിച്ച് വളഞ്ഞുകൂടി ഇരുന്നിട്ടാണ് തീരുമാനമെടുത്തത്. ഈ ദേശീയ ഗീതത്തിൽ ചെറിയ പാകപ്പിഴയുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒറ്റക്കെട്ടായി ഐക്യകണ്ഠേന അതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ സ്റ്റാൻസയും ഒരു മതത്തെ മാത്രം, അതിൻ്റെ ദൈവങ്ങളെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ആ പാട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് 1937 തീരുമാനിച്ചതാണ്. എന്നാൽ ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി സത്യപ്രതിജ്ഞ നടക്കുന്ന സന്ദർഭത്തിൽ ആ മുഴുവൻ വന്ദേ മാതരവും RSSൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് പാടുന്നതിനുള്ള പൂർണ്ണ അനുമതി പ്രോട്ടോകോൾ മുഖാന്തരം പരിപാടിയുടെ മുഴുവൻ വിവരങ്ങളും കിട്ടിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവർക്കത് പാടാൻ വേണ്ടി സാധിച്ചത്. അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കോൺഗ്രസ് 1937 മുതൽ അനുവർത്തിച്ച് വരുന്ന നിലപാട് അത് തുടരാൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ജാതിബോധമാണ്, അദ്ദേഹത്തെ നയിക്കുന്നത് RSS ബോധമാണ്. ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നിന്നും വഴുതി മാറി കേരളത്തെ ഒരു മോശം സംസ്ഥാനമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിലയിലുള്ള പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമേ അഡ്വാൻസ് ചെയ്ത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അദ്ദേഹം എടുത്തു. കേരളത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഞങ്ങളും സമ്മതിക്കുകയാണ്, പൂച്ച പെറ്റ് കിടക്കുകയാണ്. അത് പൊന്മുട്ടയിടുന്ന പൂച്ചയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നമുക്കിപ്പോൾ ഈ ശരിക്കും ഇതിൻ്റെ കണക്കുകൾ ഈ പൂച്ചപെറ്റ് കിടക്കുന്ന സാധാരണഗതിയിൽ ഇതൊരു സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇച്ചിരി ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. ജോർജ് ജോസഫ്, ഈ VD സതീശൻ അടക്കമുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം അങ്ങ് കടക്കണിയിലാണ്, കടമെടുപ്പാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അതായത് ഈ കടമെടുപ്പ് എന്ന് പറയുന്നത് ഏതോ വലിയ അപരാധം എന്ന രീതിയിലാണ് കേരളത്തിൽ. അതായത് ഭരണഘടനയുടെ 294 വകുപ്പ് ഷെഡ്യൂളിൽ 294(3) ഷെഡ്യൂളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കടമെടുക്കാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാൻ കഴിയില്ല. ബേസ് ആൻഡ് മീൻസ് വഴി റിസർവ് ബാങ്കിൽ വരെ കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ VD സതീശൻ പറയുന്നത് 1.5 ലക്ഷം കോടിയുടെ സ്വർണ്ണ വ്യാപാരം നടക്കുമ്പോൾ 3000 കോടി ലഭിക്കേണ്ടടുത്ത് വെറും 150 കോടിയാണ് ലഭിക്കുന്നത്. എന്തൊക്കെയോ കണക്കുകൾ പറയുകയാണ്. അതായത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വല്ലാത്തൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ കടമെടുപ്പ് പ്രശ്നമാണെന്ന് പറയുകയും ചെയ്യുന്നത്. കടമെടുക്കാതെ ഏതെങ്കിലും സംസ്ഥാനത്തിന് നിൽക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ ആ കടമെടുക്കുന്നതിൽ തന്നെ സംസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്രം തീർക്കുമ്പോഴാണ് ഈ 5429 കോടി ബാക്കി വെച്ചിട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിനെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വല്ലാത്ത പൊതുബോധം സൃഷ്ടിക്കുന്നുണ്ട് ഈ LDFനെതിരെ കടമെടുപ്പിനെ സംബന്ധിച്ച്. അതായത് നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകം കാണേണ്ടത്, ഈ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ സാമ്പത്തിക ട്രഷറി മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ രംഗത്തെ മാനേജ്മെൻറ്റിനെ പരിശോധിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി ഭരണകാലത്തെ 5 വർഷത്തെ താരതമ്യം ചെയ്ത് വേണം കാണാൻ. അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ട്രഷറി അടഞ്ഞു കിടക്കുക അല്ലെങ്കിൽ ട്രഷറിയുടെ ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ട്രഷറി മാനേജ്മെൻറ്റിൻ്റെയും ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിദർശനമായിട്ടൊരു ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിവാകുന്ന വസ്തുത. എന്നാൽ അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് പലപ്പോഴും പല ദിവസങ്ങളിലും ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെക്കുകൾ ഇത്ര തുകയ്ക്ക് മുകളിൽ പാസ്സാക്കാൻ കഴിയില്ല എന്ന് പറയുകയും പല ദിവസങ്ങളിലും 1-2 ദിവസങ്ങളിൽ ട്രഷറി പ്രവർത്തനം സ്തംഭിച്ചു പോകുന്ന നിലയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്ടർമാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമരം ചെയ്തു. അതായത് ഞങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുന്നില്ല. മുമ്പ് സംഭവിച്ചിരുന്നത് എന്താ വെച്ചാൽ റോഡ് പണിക്കാരും അതുപോലെ മറ്റ് കെട്ടിടം പണിക്കാരും കരാർ പണിക്കാരും അല്ലെങ്കിൽ കരാർ ഏറ്റെടുക്കുന്നവർ പണി നിർത്തിപ്പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പലപ്പോഴും അവർ കയറി ഇറങ്ങി അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല എന്നുള്ള ബില്ലുകൾ തടഞ്ഞു വയ്ക്കപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോൾ പണി നിർത്തിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും സമയത്ത് കോൺട്രാക്ടർമാർ ഞങ്ങളുടെ പണം പാസ്സായി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചത് ഏതെങ്കിലും ഒരു പത്രവാർത്തയോ ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന വാർത്തയോ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? അപ്പോൾ ആ ട്രഷറിയെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു, കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ പോലെ 5427 കോടി രൂപയുടെ ബാലൻസ്, ക്യാഷ് ബാലൻസ് വെക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അതിനെ ഒരു 6 മാസം 1 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുന്നു. ഈ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അവർ ഇത്തരത്തിലുള്ള ഒട്ടേറെ ഗിമിക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പൂച്ച വെട്ടി കിടക്കുന്നു, അല്ലെങ്കിൽ സിസ്റ്റം തകരാറിലാണ്, അങ്ങനെയെല്ലാം വല്ലാത്ത രീതിയിൽ ജനങ്ങളെ സ്വാധീനം, അത് ജനങ്ങളെ അതിവൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് കാര്യമായിട്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയാത്ത മേഖലകളിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുക. അത് ഇപ്പോൾ ഫിനാൻസിനെ സംബന്ധിച്ച്, പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ചോ ട്രഷറി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോ കൃത്യമായ നിജസ്ഥിതി വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളും ബഹുഭൂരിപക്ഷം അങ്ങനെ ആവണമെന്നില്ല. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവരോടാണ് ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുന്നു. അങ്ങനെ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുകയാണെങ്കിൽ 4500 കോടി രൂപയോളം ഒരു മാസം പെൻഷനും ശമ്പളവും കൊടുക്കാൻ ഗവൺമെൻറ്റിന് വേണം. അതെങ്ങനെയാണ് എല്ലാ മാസവും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും മാസം, ഇൻക്ലൂഡിങ് കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കാലഘട്ടത്തിൽ അടക്കം ഏതെങ്കിലും ഒരു മാസം 1 രൂപയുടെ ഒരു ശമ്പളത്തിൽ കുറവ് ഏതെങ്കിലും സർക്കാർ ജീവനക്കാരനോ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു മാസത്തെ കണക്ക് നമ്മുടെ മുമ്പിൽ വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ പൂച്ച പറ്റി കിടക്കുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് ഗീബൽസ്യൻ രീതിയിൽ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്നുള്ള ഈ ഒരു ക്ലീഷേ പ്രയോഗം ഇങ്ങനെ നിരന്തരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എത്രമാത്രം വ്യാജമായൊരു നിർമ്മിതിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പൊതുബോധത്തിൻ്റെ വ്യാജ നിർമ്മിതി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭീകരമായ അവസ്ഥയാണ്, ഭീകരമായ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അപ്പോൾ 5427 കോടി രൂപ ക്യാഷ് ബാലൻസ് വെച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞു. അതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനകത്ത് സംഭവിച്ചത്, ഇത് വിവരാവകാശം വെച്ച് ചോദിച്ച് ആ വിവരം അറിഞ്ഞതുകൊണ്ട് വലിയൊരു നേട്ടമായി. കാരണം ഔദ്യോഗികമായ രേഖകളിലൂടെ മാത്രമാണ് വിവരാവകാശത്തിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടി. പിന്നെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചത്, ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിലും മറ്റുമൊക്കെ പ്രഖ്യാപിച്ച ഇതിന് തന്നെ ആ കമ്മിറ്റ്മെൻറ്റ് തന്നെ 1170 കോടി രൂപയാണ് പെൻഷന് വേണ്ടിയിട്ട്, അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആശമാർക്കും അതുപോലെ അംഗൻവാടി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന വർധനവ് ഉൾപ്പെടെ ആ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്ന എടുത്തിരിക്കുന്നതെല്ലാം കൂടി ഒരു 1200-1300 കോടി രൂപയോളം ഈ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ 5 പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ പൂച്ച പറ്റി കിടക്കുന്ന ഒരു ഖജനാവിൽ നിന്നും ആ വാഗ്ദാനം എങ്ങനെ കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണമല്ലോ. അല്ലേ ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ജോർജ് ജോസഫ് താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരുപക്ഷെ വിവരാവകാശ രേഖയിലൂടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ, ഇവരിപ്പോൾ ഈ ധവളപത്രം പുറത്തിറക്കാൻ KM ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള സമിതിയെ വച്ചിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ വിവരാവകാശ രേഖ ഈ 5427 കോടിയുടെ കണക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായും എന്തായിരിക്കും വരാൻ പോകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്ന കാര്യത്തിൽ തന്നെ അറിയാം. സംസ്ഥാനത്തിന് സാമ്പത്തികം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അതാണല്ലോ അവരുടെ ഉദ്ദേശം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാർ LDF സർക്കാർ ഇറക്കിയ ധവളപത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ് കടമെന്നുള്ളത്. ഞെരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, പെൻഷൻ പോലും കഴിക്കാത്ത സാഹചര്യം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ സാഹചര്യം, ഇതെല്ലാം കൃത്യമായി തന്നെ പൊളിയാൻ എന്തായാലും ഈ വിവരാവകാശ രേഖ ഇടവരുത്തിയെന്നാണ് ശ്രീ M ജയചന്ദ്രൻ. മറ്റൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മനോരമ പത്രത്തിൽ നമ്മളീ പറയുമ്പോൾ UDF സർക്കാരിന് വേണ്ടിയിട്ട് ഈ എന്ത് കരുതലാണ് മനോരമയ്ക്ക് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇന്നത്തെ ഒരു വാർത്ത ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊന്ന് അതിൽ
ഇങ്ങനെ ആ വാർത്ത ഇതാണ്. അതായത് ഈ ആദ്യ ബജറ്റ് അവതരണം എന്ന് പറഞ്ഞിട്ട് വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്: LDF സർക്കാരിൻ്റെ അവസാന ബജറ്റിന് ശേഷം ചോർന്ന 20,000 കോടി രൂപ തിരിച്ചു പിടിക്കുന്നത് മുതൽ കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള വഴികൾ തേടിയും ബജറ്റ് ഒരുക്കങ്ങൾ ചോരുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വാർത്ത ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പിന്നീട് പറയുന്നുണ്ട്, 16ാം ധനകാര്യ കമ്മീഷൻ ആദ്യ ഗഡുവായി 14,000 കോടി രൂപ അനുവദിക്കുമെന്നാണ് പിണറായി സർക്കാർ പ്രതീക്ഷിച്ചത്. നികുതി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് 42,000 കോടി ലഭിക്കുമെന്നും അന്നത്തെ മന്ത്രി KN ബാലഗോപാൽ കണക്ക് കൂട്ടി. ഇതൊക്കെ മുന്നിൽ കണ്ട് ബജറ്റ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. പക്ഷേ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അനുവദിച്ചില്ല. നികുതി വിഹിതമായി ലഭിച്ചതാകട്ടെ 36,555 കോടി രൂപ. രണ്ടിനങ്ങളിലുമായി 20,000 കോടി രൂപ കുറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തിന് ഇത് വലിയ തിരിച്ചടിയായി. വാർത്ത വായിച്ചുള്ളിലേക്ക് വരുമ്പോഴാണ് 20,000 കോടി കുറഞ്ഞത് എങ്ങനെയെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തത്. എങ്ങനെയാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വല്ലാത്ത നുണകൾ പടച്ചുവിടുന്നതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഇന്നത്തെ ഈ മനോരമ വാർത്ത എന്ന് പറയുന്നത്. ധവളപത്രം വരട്ടെ, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്നാണ് കാര്യം. പക്ഷേ ഇനി ധവളപത്രം വന്നാലും എന്താണ് വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ഈ പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഈ സതീശനൊപ്പം, ഈ സർക്കാരിനൊപ്പം കൂട്ടുനിൽക്കുന്നത്? അതില് മാധ്യമങ്ങള് ഈ സങ്കീർണമായ ഈ പ്രശ്നം പറയുമ്പോൾ, ഈ ധനകാര്യ പ്രക്രിയകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എഴുതുമ്പോഴൊക്കെ ലളിതവൽക്കരണം, വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ തന്നെയുള്ള വക്രീകരണവും ലളിതവൽക്കരണവുമാണ് മാധ്യമങ്ങൾ പൊതുവിൽ നടത്താറുള്ളത്. ഇപ്പൊ ശ്രീ ജോർജ് ജോസഫ് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നല്ലോ. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ സിജു ഈ പറഞ്ഞ മിച്ചമുണ്ടല്ലോ, അതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് വ്യക്തത കൂടി പറയേണ്ടതുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനോരമ എന്ത് പറയുന്നുള്ളത് ഡോൺ കെയർ, അത് വിട്ടുകളയുക. ഇത് പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ പൊതുവിലും കഴിഞ്ഞ 5 വർഷത്തെ സവിശേഷമായും ഉള്ള ധനകാര്യ മാനേജ്മെന്റിന്റെ മികച്ച പെർഫോമൻസ് ആണ് മെയ് 1 ഇത്രയും ബാലൻസ് പിന്നെ കേരളത്തിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ മനോരമയെ പോലുള്ള മാധ്യമങ്ങൾ കഴിയാത്തതല്ല. ബോധപൂർവം അവരിത് പറയുന്നില്ല എന്ന് വെക്കുകയാണ്. അതേസമയം അഡ്വക്കേറ്റ് മഞ്ജുളാകൻ ജയനെ പോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ ദൗർഭാഗ്യവുമാണ്. അത് അതിൻ്റെ ഞാൻ കക്ഷിരാഷ്ട്രീയമൊന്നും കാണുന്നില്ല. ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. വാസ്തവത്തിൽ ഇത് പിന്നെ നമുക്ക് ഒരു പ്രക്രിയയുണ്ട് ഈ ധന മാനേജ്മെന്റിലെ. അത് നമുക്ക് സങ്കീർണമായ കാര്യങ്ങൾ സങ്കീർണമായി പറയേണ്ടി വരും. പക്ഷെ അത് വേണ്ട. ഈ സംസ്ഥാനങ്ങൾക്ക് റിസർവ് ബാങ്കിൽ ഒരു മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് RBIയുടെ ഒരു പൊതു നിയമമാണ്. പല സംസ്ഥാനങ്ങൾക്കും മിനിമം ബാലൻസ്, ഏറ്റവും ചുരുങ്ങിയ ബാലൻസ് എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. നമുക്കത് പറഞ്ഞിട്ടുള്ളത് 1.66 കോടി രൂപ. അതാണ് നമ്മുടെ മിനിമം ബാലൻസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് കൂടും. ഇത് പലതരത്തിലുള്ള വരുമാനമാണല്ലോ ഖജനാവിലേക്ക് വരുന്നത്. അപ്പൊ ഇത് RBIയുടെ മിനിമം ബാലൻസിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിനാണ് ഇന്റർമീഡിയറ്റ് ട്രഷറി ബിൽസ്, ITBs എന്ന് പറയുന്നത്. ITBs വർദ്ധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പണം കൂടുന്നത്. അത് വീണ്ടും ചെലവ് ചെയ്യുമ്പോൾ വരുന്നത് ഇപ്പൊ ഇതിൽ ഈ മെയ് 1 വന്നിട്ടുള്ള വിവരാവകാശ രേഖയിൽ ഇപ്പൊ തൃശ്ശൂരെ വേലൂർ എന്ന സ്ഥലത്തെ തോമസ് വർഗീസ് ആണല്ലോ ഇത് ചോദിച്ചു വാങ്ങിച്ചത് വിവരാവകാശ നിയമപ്രകാരം. അതിൽ വ്യക്തമായി ആ കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ പറയാത്ത ചില കണക്കുകളിലൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ. അത് ആ രേഖയിൽ വന്നിട്ടില്ല. അതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്കുണ്ടല്ലോ, എത്രയാണ്? 5,429.01 കോടി രൂപ. അതാണ് പിന്നെ നമ്മുടെ നിക്ഷേപമായി ഏതില് ഈ ഇന്റർമീഡിയറ്റ് ട്രഷറി ബിൽസില് നമുക്കുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മെയ് 1 ഈ കണക്ക് വരുന്നത്. ഇത്ര ഇപ്പോ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞല്ലോ, നമ്മൾ പെൻഷനും ശമ്പളവുമായിട്ട് എല്ലാ മാസവും പിന്നെ ഈ 4,500 കോടി രൂപ ചെലവഴിക്കേണ്ടതുണ്ട്. അതെപ്പോഴാണ് ചെലവഴിക്കുന്നത്? 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് എല്ലാ മാസവും സംസ്ഥാന സർക്കാർ പെൻഷനും ശമ്പളവുമായി ഈ തുകകൾ കൊടുത്തു പോരുന്നത്. അപ്പൊ അതിന് ഈ കഴിഞ്ഞ മാസത്തെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ഈ തുക ട്രഷറിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. അത് എന്തുകൊണ്ടാണ് അത് വരുന്നത്? അത് സംസ്ഥാനത്തിന് മികച്ച ധന മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും അത് വരില്ല. അത് സമ്മതിച്ചു തരാൻ VD സതീശൻ എന്ന മുഖ്യമന്ത്രി തയ്യാറായാലും ഇല്ലെങ്കിലും, അഡ്വക്കേറ്റ് മഞ്ജുളാകൻ ജയൻ തയ്യാറായാലും ഇല്ലെങ്കിലും, അതാണ് വസ്തുത.
സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക്, അത് വിശകലനം ചെയ്യുന്നവർക്ക് അതിവേഗത്തിൽ എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. പക്ഷെ അത് സാധാരണ ജനങ്ങളിലേക്ക്, ബഹുജനങ്ങളിലേക്ക് എത്തിക്കാനായി സ്വല്പം ബുദ്ധിമുട്ടാണ്. കാരണം മാധ്യമങ്ങൾ അത് പറയില്ല. LDFന്റെ ധനമാനേജ്മെന്റ് മികച്ചതാണ് എന്ന് ഒരു കാരണവശാലും വരുത്താൻ പാടില്ലല്ലോ. അങ്ങനെ അത് വരുത്താൻ തയ്യാറാവുകയുമില്ല. പിന്നെ ഇതിന് പുറമെ സിജു വേറൊരു കാര്യമുണ്ട്, വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയും. അത് നമുക്ക് മലയാളത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് കൈവായ്പ. അതാണ് ആ വെയ്സ് ആൻഡ് മീൻസ് സൗകര്യം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ വെയ്സ് ആൻഡ് മീൻസ് തുക എത്താണ് ഇപ്പൊ കയ്യിലുള്ളത്? 3363 കോടി രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 3363 കോടി രൂപ മറ്റേ വിവരാവകാശ രേഖയിൽ ഇത് വന്നിട്ടില്ല. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് നോക്കൂ. രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ളത്, അതായത് കേരളത്തിന്റെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 8793 കോടി രൂപ എന്ന് കാണാൻ സാധിക്കും. ഇത് കണക്കുകളുള്ള അഭ്യാസമല്ല. ഇത് സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ കൊടുക്കുന്നത്, ശമ്പളവും പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ അകത്ത് നിൽക്കുന്നതും വെയ്സ് ആൻഡ് മീൻസിലുള്ള തുകയും ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞ 8793 കോടി രൂപ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതാണ് ധനമാനേജ്മെന്റിന്റെ പ്രാധാന്യവും പ്രത്യേകതയും എന്ന് മാത്രം പറഞ്ഞ പോലെ സവിശേഷതയും. അത്ര മികച്ച നിലയിൽ ധനമാനേജ്മെന്റ് കേരളത്തിൽ നടത്താൻ കഴിഞ്ഞു. അതൊരു കാര്യം. പക്ഷേ ഇതിനെ എപ്പോഴും രാഷ്ട്രീയമായി കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് മഞ്ചവിളാകം പറയുന്നത്, നിങ്ങൾ പിണറായി, മോഹൻലാൽ ഇടപാടിന് നിങ്ങൾ കൊടുത്ത തുക എത്രയാണ് തുക? അത് താങ്കളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുകയാണ്. ഈ മോഹൻലാൽ പിണറായി വിജയൻ അഭിമുഖം ചെയ്തതിന് മോഹൻലാലിനോ പിണറായി വിജയനോ ആരും പണം കൊടുത്തിട്ടില്ല കേട്ടോ. അഡ്വക്കേറ്റ് മഞ്ചവിളാകം, അവർക്കാർക്കും ആരും പണം കൊടുത്തിട്ടില്ല. ഈ ചെലവഴിച്ച പണം 11 ലക്ഷത്തി സംതിങ് 20,000 ചില്ലാൻ രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 9.70 ലക്ഷം കോടി രൂപ പ്ലസ് GST ആണ് ഈ 11,20,000 ചില്ലാൻ രൂപ വന്നിട്ടുള്ളത്. എങ്ങനെയാണത് വന്നത്? അതാണ് താങ്കൾ വായിക്കുന്ന മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളുണ്ടല്ലോ, വീക്ഷണം ഉൾപ്പെടെയുള്ള താങ്കളുടെ വീക്ഷണ പത്രം ഉണ്ടല്ലോ, വീക്ഷണ പത്രത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരസ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ എല്ലാ ചാനലുകളിലും ഈ ചാനലുകൾക്ക് കൊടുത്ത പൈസയാണ് യഥാർത്ഥത്തിൽ ഈ തുക എന്ന് പറയുന്നത്. ഏതാ ഈ പ്രക്ഷേപണം ചെയ്ത ചാനലുകൾക്കുണ്ടല്ലോ, മനോരമയ്ക്ക് എത്രയാണ് കൊടുത്തത് എന്നൊക്കെ താങ്കൾ അന്വേഷിച്ചോളൂ. അത് വിവരാവകാശ നിയമപ്രകാരം അത് ഇത് മഞ്ചവിളാകത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല, വളരെ കൃത്യമായി അറിയാം. ഇതൊരു ചെറിയ തുകയാണ് മോഹൻലാലിൻ്റെതുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ വലിയൊരു കാര്യം സംസാരിക്കുമ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 10 വർഷം ഒരു സർക്കാർ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത്? അവർ പുറത്തു പോകുമ്പോൾ എത്ര രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നു? അടുത്ത സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ വലിയൊരു വിഷയത്തെ ചെറിയ ഭാഗമായി ചുരുക്കാനാണ് മഞ്ചവിളാകം ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ മഞ്ചവിളാകം, മറ്റൊരു കാര്യം ഞാൻ പറയും. ഈ കണക്ക് നമുക്കറിയാം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ 1000 കോടി രൂപ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്നാണ് അവകാശവാദം. പക്ഷേ ധവളപത്രം പിന്നീട് വരുമ്പോൾ എന്താണ്? 1000 കോടി രൂപ പോലും ഇല്ല. 178 രൂപ കടത്തിലായിരുന്നു. 178 കോടി മാത്രമല്ല, 12 മുതൽ 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. നിങ്ങൾ പറയും, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ 600 എന്നുള്ളത് 1000 രൂപയാക്കി, അത് കൊടുത്തില്ല. അതിൻ്റെ അടക്കം ബാധ്യത ഏകദേശം 10,000 കോടി രൂപ ബാധ്യതയാക്കി വെച്ചിട്ടാണ് അന്ന് 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്നത്. ആ ഉമ്മൻചാണ്ടി സർക്കാരാണോ മെച്ചപ്പെട്ടത്? ഈ 10 വർഷം ഭരിച്ചതിന് ശേഷം 5,429 കോടി നീക്കിയിരിപ്പുണ്ടാക്കിയ സർക്കാരാണോ ഏറ്റവും മികച്ചത്? അതാണോ ധനകാര്യ മാനേജ്മെൻറ്റ്? 10,000 കോടി കടമാക്കി ഇറങ്ങിയ സർക്കാരിൻ്റെതാണോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതാണോ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്? 5,429 കോടി രൂപ നീക്കിയിരിപ്പ് വെച്ച പിണറായി സർക്കാരിൻ്റെതാണോ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്? എന്തൊക്കെ കള്ളം പറഞ്ഞാലും ജനത്തിന് മനസ്സിലാവുന്നുണ്ട് ശ്രീ മഞ്ചവിളാകം. നോക്കൂ, നിങ്ങൾ 4 പേർ ചേർന്ന് എന്നെ ആക്രമിക്കുകയാണ്. 4 പേർ ഒരു സൈഡിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. കുഴപ്പമില്ല, ഞാൻ വളരെ ധൈര്യവാനാണ്. പക്ഷെ എനിക്ക് കാര്യങ്ങൾ പറയാൻ അല്പം സമയം തരണം. ഇവിടെ 3 പേരും പറഞ്ഞത് പൂച്ച പെറ്റ് കിടക്കുന്നില്ല അവിടെ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ആണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? സൂചിയും നൂലും വാങ്ങാൻ പൈസ ഇല്ലെന്നാണ്. ശസ്ത്രക്രിയക്ക് ഡേറ്റ് മാറ്റി കൊടുക്കുന്നു. ശസ്ത്രക്രിയയാനുള്ള സാധനങ്ങളില്ല, സാമഗ്രികളില്ല. ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല, അവിടെ മെഡിക്കൽ കോളേജിലെ നിങ്ങളുടെ ഡോക്ടറാണ്. അദ്ദേഹം അവസാനം നിങ്ങൾ അവരെ കുറിശിക്കാൻ ശ്രമിച്ചു. 1. 2, എന്റെയും ഈ ഇടതുപക്ഷ സുഹൃത്ത് ശ്രീ സുരേഷ് കുമാറിന്റെയും
പിന്നെ യാത്ര ചെയ്യുന്ന ഭാഗമാണ് കരമന കളയിക്കാവുള്ള റോഡ്. ഒന്ന് ഞാൻ അവതാരകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സാറ് 2 റീച്ചുള്ള കരമന മുതൽ ബാലരാമനുള്ള ഫണ്ട് അനുവദിച്ചു. അതിന് 10 വർഷമായി അവിടെ 1 രൂപ ഇടതുപക്ഷത്തൊക്കെ അനുവദിച്ചില്ല. അവസാനം കുറച്ച് കെട്ടിടങ്ങൾക്ക് വേണ്ടി ബാലരാമപുരത്തിലും ഈ ഭാഗത്ത് ചില കെട്ടിടങ്ങൾക്ക് അടുത്തടുത്ത ചില കെട്ടിടങ്ങൾക്ക് കൊടുക്കാതെ ദൂരെയുള്ള കെട്ടിടങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു. അവിടെയും പണി ആരംഭിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് കരമന കളയിക്കുള്ള റോഡ് കഴിഞ്ഞ 10 വർഷമായി തോടാൻ കഴിയാത്തത് സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 2 റീച്ച് ചെയ്തുകൊണ്ടാണ് ഇന്ന് സുരേഷ് കുമാർ എന്റെ സുഹൃത്ത് ഇടതുപക്ഷ സുഹൃത്തിന്റെ വീട്ടിൽ സുഖമായി. അല്ല ശ്രീ മഞ്ചവിളാകം, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ശ്രീ മഞ്ചവിളാകം, നമ്മൾ കാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ മരത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ പ്രധാനപ്പെട്ട അവസ്ഥ. പിന്നെ താങ്കൾ തന്നെ ഉമ്മൻചാണ്ടിയെ വീണ്ടും രംഗത്തെ കൊണ്ടുവരിക. ഈ ഉമ്മൻചാണ്ടി, അതാ ഞാനൊരു കാര്യം പറയാം, ഈ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴാണ് NH66 സ്ഥലമേറ്റെടുക്കാൻ വൈകിയത് കൊണ്ട് 5600 കോടി രൂപ സംസ്ഥാനത്തിന് ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. ദേശീയപാതയ്ക്ക് ആദ്യമായിട്ട് 25% കൊടുക്കേണ്ടി വന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടാണ്. പിന്നെ ഈ പൂച്ചപറ്റി കിടക്കുന്ന അന്നത്തെ ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ച് പരിശോധിച്ച് നോക്കണം. അന്നത്തെ ആരോഗ്യ മേഖലയുടെ, ആശുപത്രികളുടെ, പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഒക്കെ പരിശോധിച്ച് നോക്കണം. ശ്രീ മഞ്ചവിളക്ക്, ഏതായാലും താങ്കൾ ചോദിച്ച ചോദ്യം ഡി സുരേഷ് കുമാറിനാണോ? സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞത് കരമന കളിയക്കാവുള്ള റോഡിന്റെ കാര്യമാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മരത്തെ കുറിച്ച് സംസാരിക്കുന്ന രീതി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ. അവതാരകൻ എല്ലാവർക്കും മാന്യമായ സമയം. ഒരു സെക്കൻഡ് അല്ല, ഞാനൊന്നും ഇടപെട്ടത് താങ്കൾക്ക് സമയം തരുന്നുണ്ട്. താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് ഡി സുരേഷ് കുമാറിന്റെ ചോദ്യം ചോദിച്ചല്ലോ, അത് അദ്ദേഹം മോഹൻലാലിനോ പിണറായി വിജയനോ കൊടുത്തല്ല പൈസ. അതിലേക്ക് വേണ്ടി എന്തിനാണ് നമ്മുടെ ഖജനാവിന്റെ പൈസ എടുത്ത് മോഹൻലാലുമായി ഇന്റർവ്യൂവിന് വേണ്ടി പൈസ ചെലവാക്കിയത്? ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ച കണക്കുകളൊക്കെ താങ്കൾക്ക് അറിയണോ? അത് കണക്കെടുക്കണോ? വലിയ പൈസയായിരുന്നു ചെലവഴിച്ചത്. എന്തിനാണ് വെറുതെ നിങ്ങൾ വീണ്ടും ഉമ്മൻചാണ്ടിയെ മഴയത്ത് നിർത്തുന്നത്? ശ്രീ ഉമ്മൻചാണ്ടിയെ എന്തിനാണ് വീണ്ടും മഴയത്ത് നിർത്തുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര കോടിയാണ് ചെലവഴിച്ചത്? അതുകൊണ്ട് എന്താണ് ഈ സർക്കാർ ഉദ്ദേശിച്ചത്? അതുകൊണ്ടാണ് കേരളത്തിലുണ്ടായ ഗുണം എന്താണ്? ആഗോള അയ്യപ്പ സംഗമത്തിന് കോടികൾ നിങ്ങൾ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് ഊണിന് ഇല്ലാത്ത ആളുകളുടെ പൈസ എഴുതിയെടുത്തു. രാവിലെ കാപ്പുകുടിക്കാൻ ഇല്ലാത്തവരുടെ കോടികൾ എഴുതിയെടുത്തു. 3 റിസോർട്ട് കൊടുത്തത് യാത്ര. അതിന്റെ ഫലമാണ് അവസാനം ശബരിമല അയ്യപ്പന്റെ സ്വർണം പുറത്തു വന്നത്. നിങ്ങൾ നടത്തിയ ആഗോള അയ്യപ്പ സംഘമല്ലേ കോടികൾ. ശബരിമല അയ്യപ്പ സംഘം വിഷയം വ്യതിരിപ്പിക്കണ്ട. അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പാവം സോണിയാഗാന്ധി അടക്കം അല്ലാതെ വിഷമിച്ചതാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേണ്ട. ശ്രീ ഡി സുരേഷ് കുമാർ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ താങ്കൾ. ശ്രീ ഡി സുരേഷ് കുമാർ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടാണ്. അതിനുള്ളൊരു മറുപടി ലഘുരൂപത്തിലാണെങ്കിലും ആങ്കർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, NH66 ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാകില്ല എന്ന് പറഞ്ഞ് ഓഫീസും പൂട്ടി പോയ ആളുകളാണ്. ആ ഓഫീസ് തിരികെ കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 6000 കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ആ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ. അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പദ്ധതി ഇതെല്ലാം തറക്കല്ലിട്ട് പോയതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അത്തരം പദ്ധതികൾ ധീരതയോടുകൂടി ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിന് യാഥാർത്ഥ്യമാക്കി കൊടുത്തൊരു ഗവൺമെൻറ്റാണ് 10 വർഷം കേരള ഭരണം നടത്തി ജനവിധി മാനിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ മഹാപുണ്യാളന്മാരാണ്, നിങ്ങളാകെ മോശക്കാരാണെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇന്ന് വരുത്തി തീർക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്നത്തെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയാറുണ്ട്, മോഹൻലാൽ നടത്തിയ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എറണാകുളത്ത് സ്വീകരണം നൽകുമ്പോൾ ആ മോഹൻലാലിനെ ആനയിച്ച് കൊണ്ടുവന്ന് അവിടെ സ്വീകരണ വേദിയിൽ കൊണ്ടിരുത്തി അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിന് യാതൊരുവിധ മടിയുമില്ല. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് സത്പ്രവൃത്തി, ഞങ്ങൾ ചെയ്യുമ്പോൾ മ്ലേച്ഛം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത്? നിങ്ങൾ മാത്രമല്ല, കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയും ഇതേ രൂപത്തിലാണ് വളരെ തരംതാണ നിലയിൽ പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ അദ്ദേഹത്തെ അതിലേക്ക് നയിക്കുന്നില്ല എന്ന വളരെ വിരോധാഭാസകരമായിട്ടുള്ള ഒരവസ്ഥ കേരളത്തിൻ്റെ കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്നൊരു കാഴ്ച ഇവിടെ സൂചിപ്പിച്ചു, സാമ്പത്തികമായി കേരളം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് ഏത് സന്ദർഭത്തിലാണ്? വലിയ പ്രതിസന്ധിയെ കേരളം അഭിമുഖീകരിച്ചു.
കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന സഹായം ഒന്നും തന്നെ കിട്ടിയില്ല. അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നടപടി എന്ന് പറയുന്നത് ഒറ്റുകാരൻ്റെ നടപടിയും നിലപാടും ആയിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ ഇന്ത്യയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ കേരളത്തിൻ്റെ അർഹതപ്പെട്ട നികുതി വിഹിതത്തിന് വേണ്ടിയിട്ട് അതിശക്തമായ സമര പോരാട്ടം നയിച്ചപ്പോൾ ആ സമരത്തെ ഒറ്റിക്കൊടുക്കുന്ന സമീപനമാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഗവൺമെൻറ് കേരളത്തിൽ പിണറായിയുടെ അതേ മാതൃകയിൽ ഡൽഹിയിൽ സമരം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവിടെ കർണാടകത്തെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു. നിങ്ങൾ എല്ലാ കാര്യത്തിലും, കോൺഗ്രസ് എല്ലാ കാര്യത്തിലും ഈ ഇരട്ടത്താപ്പ് തുടരുകയാണ്. അത് വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നാലും ശരി, ഇങ്ങനെ തുടർച്ചയായി ഇപ്പോൾ PM ശ്രീ വരാൻ പോവുകയാണല്ലോ. PM ശ്രീ വരട്ടെ, ഞങ്ങൾ എന്ന് ഒപ്പിട്ടു എന്നുള്ള നിലയിൽ വ്യാജ പ്രചാരവേല ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ കള്ളപ്രചാരവേല തുടർച്ചയായി നിങ്ങൾ നടത്തി. അതിൻ്റെ കൂടെ ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനർഹമായിട്ടുള്ള ഈ വിജയം. പക്ഷേ നിങ്ങളിപ്പോൾ അതിന് മേമ്പോട് ചാർത്തിക്കൊണ്ട് ആ PM ശ്രീയെ അടക്കം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തുകയാണ്. പിന്നെ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ നിലയിൽ ധാരാളിത്തത്തോടുകൂടി 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോയെന്നൊക്കെ കള്ളപ്രചാരവേലയാണ് നിങ്ങൾ നടത്തിയത്. ഇപ്പോൾ ട്രംപിൻ്റെ സുരക്ഷയെ മറികടക്കുന്ന വിധത്തിലുള്ള കോൺവേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ കണ്ടൊരു വിരോധാഭാസകരമായൊരു കാഴ്ച എന്ന് പറയുന്നത്, കേരളത്തിലൊരു പ്രധാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സർക്കാർ വാഹനം വിനിയോഗിച്ചിരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ വേണം. ഇതൊരു ഇടതുപക്ഷ മന്ത്രിയാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത്? അല്ല, മന്ത്രി എന്നല്ല, നമുക്കറിയാം, ഇന്ന് കണ്ടതാണ്. AP അനിൽകുമാറിന്റെ മകൻ, AP അനിൽകുമാറിന്റെ ആ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹത്തിന്റെ മകൻ വിവാഹത്തിനായി വന്നിറങ്ങുന്ന ഒരു കാഴ്ച അവിടെ നടന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം നടന്നത്, ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാധാരണ ഭക്തന്മാർക്ക് പോലും ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ഏതായാലും സ്വാഭാവികമായിട്ടും മഞ്ചവിളാകം നേരത്തെ ഈ ജോർജ് ജോസഫ് അടക്കം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ 10 വർഷത്തിനിടയ്ക്ക് ട്രഷറി എപ്പോഴെങ്കിലും പൂട്ടിയോ, ഏതെങ്കിലും കരാറുകാരൻ സമരവുമായിട്ട് അവിടെ നിന്നോ ആത്മഹത്യാ മുനമ്പിലേക്ക് പോയോ? ചോദ്യം വളരെ ലളിതമാണ്, വളരെ ശക്തവുമാണ്. നിങ്ങൾ കരാറുകാരോട് ചോദിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് പല കരാറുകാരോട് ബന്ധമുണ്ട്. അവർ പറയുന്നത് ഈ മുടിഞ്ഞ സർക്കാർ ഒന്നും മാറി കിട്ടണമെന്നാണ് പല കരാറുകാരും പറയുന്നത്. കാരണം കൃത്യസമയത്ത് ബില്ല് മാറുന്നില്ല, കൃത്യസമയത്ത് അവർക്ക് ട്രഷറിയിൽ പണം മാറുന്നില്ല, അടച്ചിട്ടൊന്നും ഇപ്പൊ പവർ കിട്ടില്ല എന്ന് പറയാൻ പോലെയാണ്. ഞാൻ പറയട്ടെ, ട്രഷറികളിൽ ട്രാൻസ്പാരന്റ് ആയിരുന്നില്ല കാര്യങ്ങൾ. ട്രഷറിയിൽ UDF ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നത് പോലെ ട്രാൻസ്പാരന്റ് ആയിരുന്നില്ല ട്രഷറികളിൽ. പല കരാറുകാർ, പിന്നെ നിങ്ങൾ കിഫി വെച്ചാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷം ജനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പറഞ്ഞു. കിഫിയുടെ പ്രവർത്തനവും എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും, അതിന് ഒരു സംശയമില്ല. പിന്നെ നിങ്ങളെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ ചെയ്തത് നല്ല കാര്യമായിരുന്നുവെങ്കിൽ, ട്രഷറി അടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, കൃത്യസമയത്ത് റേഷൻ കൊടുത്തിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് 102 മണ്ഡലത്തിൽ നിങ്ങൾ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ സിജു, കൊടുത്തിരുന്നുവെങ്കിലെന്നുള്ള ചോദ്യമില്ല. കൊടുത്തല്ലോ. കോവിഡ് കാലത്തടക്കം എല്ലാ വീടുകളിലും റേഷൻ എത്തിച്ച് കൃത്യമായി ഭക്ഷണം എത്തിച്ചില്ലേ? എല്ലാവർക്കും ശമ്പളം മുടങ്ങാതെ കൊടുത്തില്ലേ? ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുത്തില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് തോറ്റു? ചോദ്യം പ്രസക്തമാണ്. തോറ്റതിനും അതിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് പിന്നീട് വരാം. ശ്രീ ജോർജ് ജോസഫ്, വീണ്ടും താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, സമയപരിമിതി ഉണ്ട്, നമുക്ക് ചർച്ച എല്ലാ വശങ്ങളിലും ചർച്ചയുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ പറഞ്ഞതുപോലെ VD സതീശൻ പറയുന്നത്, VD സതീശൻ പറഞ്ഞ കേരളം കടക്കണിയിലാണ്, ആ പൂച്ചവറ്റ് കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പണം കൊണ്ട് ഖജനാവ് മൂടും. എങ്ങനെ കൊണ്ട് മൂടുമെന്ന് അറിയാൻ കഴിയുന്നില്ല. IGST വിഹിതവുമായി ബന്ധപ്പെട്ട് ഇത്ര കോടി പിരിച്ചെടുക്കും. വലിയ തരത്തിലുള്ള വാചാടോപമാണ് നടത്തുന്നത്. എന്താണ് ഈ പറയുന്നതിന്റെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്തെങ്കിലും സാമ്പത്തിക ധാരണയുണ്ടോ ഈ VD സതീശന്? നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വെയ്സ് ആൻഡ് മീൻസ് ഇത് അല്ലെങ്കിൽ കൈവായ്പ, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറയുന്നത് ഈ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ട്രഷറിയിൽ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് നമ്മൾ എടുക്കുകയാണ് റിസർവ് ബാങ്കിൽ നിന്ന്. അങ്ങനെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തിട്ടുള്ളൊരു സന്ദർഭം കഴിഞ്ഞ 10 വർഷത്തിൽ കാണിക്കാമോ? ഈവൻ നമ്മൾ കോവിഡ് ഉണ്ടായി, വലിയ മഹാപ്രളയം ഉണ്ടായി. അപ്പോൾ ഈ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ധന മാനേജ്മെൻറ്റിനെ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് കൂടി വേണം പരിശോധിക്കാൻ.
ഒരു നോർമൽ സിറ്റുവേഷനിൽ ധനമാനേജ്മെൻറ്റ് നമുക്ക് കുറേ എളുപ്പമായിരിക്കും. പക്ഷേ രണ്ട് വലിയ പ്രതിസന്ധിയുടെ നടുമുറയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ധനമാനേജ്മെൻറ്റ് നിർവഹിച്ചത് എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയമാണ്, പ്രകീർത്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് പകരം എന്താ സജീവ് സംഭവിക്കണമെന്ന് അറിയാമോ? ഇതുപോലെ ഗീർവാണ പ്രസംഗമാണ്, കവല പ്രസംഗം നടത്തുന്ന പോലെ ഇങ്ങനെ നിങ്ങൾ അവിടെ ക്ലിഫ് ഹൗസിൽ പശുവിനെ വളർത്തിയില്ലേ, അവിടെ AC വെച്ചില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വൈകാരികമായി അവരെ ഇക്ലിയിടാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അത് പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് എത്തും. അതിൻ്റെ ഇടയിൽ നമ്മൾ വൈസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്നോ അങ്ങനെ ട്രഷറി മാനേജ്മെൻറ്റ് കറക്റ്റായിരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമാണ്. അതിന് പകരം ഇവർ ഈ തന്ത്രം എന്ന് പറയില്ല, കുതന്ത്രം ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതായത് പൂച്ച വെട്ടി കിടക്കുന്നു, വലിയ ക്യാച്ച് വേർഡല്ലേ, പൂച്ച വെട്ടി കിടക്കുന്നു. എവിടെ നമുക്ക് എഴുതി വയ്ക്കാം, കാർഡുകൾ ഉണ്ടാക്കാം, സുഖമായിട്ട് ആളുകളുടെ തലയിലേക്ക് ഏൽപ്പിക്കാം. അപ്പോൾ വൈസ് ആൻഡ് മീൻസ് അഡ്വാൻസിലേക്ക് പോലും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട്. അപ്പോഴും ഈ ഗവൺമെൻറ്, ഈ രണ്ട് ഗവൺമെൻറ്റുകളും വലിയ പ്രതിസന്ധി പിന്നെ ഒരു കാര്യം, കേരളത്തില് ഈ GDP-യുടെ 41% വരെ കടമെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് വർഷമാണെന്നറിയോ? 2006, 2004, 2006 കാലഘട്ടത്തിലാണ്. അതാരാണ്? ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് 41%-ലേറെ സംസ്ഥാനത്തിൻ്റെ GDP-യുടെ കടമെടുപ്പ് വരുത്തി വന്നു, 41% വരെ. അത് ഈ വർഷം, അതായത് പിണറായി സർക്കാരിൻ്റെ 35% കുറയ്ക്കുകയാണ് ചെയ്തത്. അവിടെയാണ് താങ്കൾ നേരത്തെ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ മോഹൻലാലിനെ വിളിച്ചതും പശുത്തൊഴുത്ത് കെട്ടിയതുമൊക്കെയുള്ള ചെറിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല മഞ്ചവിളാകം. ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ 4 പേരും പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് ആയിരുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു, ട്രഷറി അടച്ചിട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അതിന് മറുപടി കൂടി പറയണം. കേരളത്തിലെ 10 വർഷം ഭരിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ലെന്ന് ആ സ്ഥാനത്ത് രാജിവെക്കണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജയനാണ്. ഇന്നലെ പാറശാല ഏരിയ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. കേരളം അത് കാണിച്ചത് മനോരമ ചാനലില്ല, കൈരടി ഒഴികെ മുഴുവൻ ചാനലിൽ കാണിക്കും. അല്ല, അതിനുശേഷം അജയൻ മാധ്യമങ്ങളെ കണ്ട് നിയമ നടപടിയുമായി പോകുന്ന കാര്യം താങ്കൾ കണ്ടിരുന്നോ? ആ വാർത്ത താങ്കൾ കണ്ടിരുന്നോ? അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മനോരമയും മറ്റു മാധ്യമങ്ങളും പറയുന്നത് കേട്ട് പറഞ്ഞ് ചർച്ചയിൽ വന്നിരുന്ന് കള്ളത്തരം പറയരുത് സി മഞ്ചവിളാകൻ. അതിനുശേഷം അജയൻ പറഞ്ഞത് താങ്കൾ പറയുന്നത് എന്താണ്? അജയൻ പറഞ്ഞല്ലോ താൻ പറയാത്തത് കാര്യമാണ്, അതുകൊണ്ട് നിയമ നടപടിക്കോ. അത് താങ്കൾ കേട്ടിരുന്നോ? അത് അല്ല, പോകുന്നല്ലോ. ഇന്ന് വന്ന വാർത്ത നിയമ നടപടി പോകുന്നെന്നാണ് പറഞ്ഞത്. ഇത്തരം വിഷയങ്ങൾ സി മഞ്ചവിളാകൻ അതാണ് പറഞ്ഞത്. ചർച്ച നമ്മളെന്താ അവിടെ ചർച്ച ചെയ്യുന്നത്? വളരെ ഗൗരവത്തിലുള്ള ചർച്ചയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുകയാണ്, അല്ലാന്ന് ഇവിടെ വിവരം വന്നിരിക്കുന്നു. അതിനെ പറയുമ്പോൾ, ആ ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ കാടിനെ കാണുമ്പോൾ നിങ്ങൾ മരത്തെ കണ്ട്, മരം മാത്രമല്ല ഇലയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ D. സുരേഷ് കുമാർ അദ്ദേഹം വീണ്ടും പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറ്റണമെന്ന് പാറശാല അജയകുമാർ പറഞ്ഞു. അതിനുശേഷമുള്ള ഡെവലപ്മെന്റ് വരെ നമ്മൾ കണ്ടതാണ്. ശ്രീ D. സുരേഷ് കുമാർ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന സമീപനമുണ്ട്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ, പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതിപ്പോൾ കേന്ദ്ര ഫണ്ട് തരാത്തതിനെ സംബന്ധിച്ച്, കേരള മാതൃകയിൽ കർണാടക സമരം ചെയ്തതിനെ സംബന്ധിച്ച് ഒക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ അതിനൊന്നും മറുപടി പറയാതെ പാറശാലയിലും മറ്റുമൊക്കെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ പാറശാലയിൽ എന്താ സംഭവിച്ചത്? ഇവിടെ ആങ്കർ തന്നെ പറഞ്ഞല്ലോ, പാറശാലയിലെ പാർട്ടി ഏരിയ സെക്രട്ടറി അത്തരത്തിലൊരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും തന്നെ പാറശാല പാർട്ടി ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാതെ കെട്ടിച്ചമക്കുന്ന വാർത്തകളുടെ പിറകെ കോൺഗ്രസ് പരക്കം പായുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം വാർത്തകൾ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യധാരാ മാധ്യമം റിപ്പോർട്ട് ചെയ്തു തനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ്, മുഖ്യമന്ത്രി സ്ഥാനം തന്നില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ VD സതീശൻ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. നോക്കൂ, താങ്കൾ ആ വാർത്ത വിശ്വസിക്കുകയാണെങ്കിൽ ഇതും വിശ്വസിക്കുകയാണോ? ആ വാർത്ത വിശ്വസിക്കുകയാണോ? ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ മറ്റൊരു മാധ്യമത്തിന്റെ പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഒരു മാധ്യമത്തിന്റെ അതല്ല ശ്രീ, അതായത് അങ്ങനെ ഒരു ശ്രീ മഞ്ചവിളാകം D. സുരേഷ് കുമാർ ചോദിച്ചത്, അങ്ങനെ ഒരു വാർത്ത വന്നാൽ അത് വിശ്വസിക്കുമെങ്കിൽ താങ്കൾ ഇതും വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്. ഏതായാലും ശ്രീ M. ജയചന്ദ്രൻ, അല്ല സമയപരിമിതിയുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അതായത് പറഞ്ഞോളൂ.
ഒറ്റ വരി 102 സീറ്റ് കിട്ടിയത് ഒരു മഹാകാര്യമായി താങ്കൾ തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 404 സീറ്റ് ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടായതൊരു സന്ദർഭമുണ്ട്. അവിടെ നിന്ന് കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏകദേശം മുഴുവനും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു. ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് അതായത് എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ വ്യതിചലിപ്പിക്കുന്നതെന്ന് മഞ്ചവിളാകത്തിന്റെ വാക്കുകളിലൂടെ താങ്കൾ കേട്ടതാണ്. താങ്കൾ അവതരിപ്പിച്ച CM ജയചന്ദ്രൻ റിസർവ് ബാങ്കിൽ നിന്നുള്ള വെയ്സ് ആൻഡ് മീൻസ് ആ വളരെ ഗൗരവമായ വിഷയം, അതിന്റെ ചർച്ചയും അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് ജോർജ് ജോസഫ് അടക്കം പോവുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് GDP-യുടെ 41% പോയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അതിനെത്ര സമർത്ഥമായിട്ടാണ് മഞ്ചവിളാകം തമസ്കരിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ പോവുകയും ചെയ്തത്. ഇതാണ് ഇവരുടെ രീതി. CM ജയചന്ദ്രൻ അതല്ല സിജു, നമ്മള് ഇത് ഇത്രയും ഇങ്ങനെ ഇവർക്ക് പറയാൻ കഴിയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചർച്ച ആ രൂപത്തിലേക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതാ ഇത്തരം കാര്യങ്ങളല്ല വരേണ്ടത്. ഇപ്പോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? കേരളത്തിന്റെ ധന മാനേജ്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിക്വിഡിറ്റി അനുഭവപ്പെട്ടിരുന്നോ? എന്താണ് ലിക്വിഡിറ്റി, ശ്രീ മഞ്ചവിളാകം? അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ധന മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണല്ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്ന പണലഭ്യത. ഈ പണലഭ്യത എപ്പോഴെങ്കിലും ഇല്ലാതായിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ May 1 ഇറങ്ങിയ വിവരാവകാശ രേഖയിൽ പറയുന്ന നമ്മൾ മുമ്പേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൾ. അതൊന്ന്. മറ്റൊന്ന്, ഏറ്റവും ഈ ധനമാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് എനിക്ക് കുറെ കൂടെ ലളിതവൽക്കരിക്കാൻ നമ്മൾ ഈ മാധ്യമപ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ സമയമില്ല, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സുജു, എന്താണെന്ന് അറിയാമോ? ഈ ഇദ്ദേഹം പുതിയ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പൊ സമയമില്ലെങ്കിലും എന്റെ ഈ സമയത്ത് ഞാൻ ഒരു 1.5 മിനിറ്റ് കൊണ്ട് അതെ ഏറ്റവും ചുരുക്കി പറയുകയാണ്. അത് ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റ് IAS-കാരാണ് അതിൽ വരിക. പക്ഷെ അവർ വഹിക്കുന്ന മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതല പോലെയല്ല ഈ ഭരണഘടനാ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്നത്. അത്തരം സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ PS ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഈ മനുഷ്യനാണ് ആ ഓഫീസ് മുഴുവനും നിയന്ത്രിക്കേണ്ടത്. ആര്? മുഖ്യമന്ത്രിയുടെ PS. അപ്പൊ മുഖ്യമന്ത്രിയുടെ PS ആയിട്ട് ഒരു ഭരണഘടനാ നമുക്കറിയാം ഈ വിഷയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. കാരണം ഒരു പക്ഷേ ഈ വിഷയം അത് ഇനിയും തുടർ ദിവസങ്ങളിൽ എന്താണ് അതിൻ്റെ ദുരൂഹതകളെന്ന് കേരളം കാത്തിരിക്കുന്നതാണ്. ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടത് വരികയാണ്. ഒരുപക്ഷെ ഞാൻ ഈ ചർച്ചയുടെ തലവാചകമായി കൊടുത്തത് പെറ്റുപെരുകിയത് നുണകളെന്നാണ്. പൂച്ച അല്ല പെറ്റുപെരുകിയ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ശ്രീ D. സുരേഷ് കുമാർ, ഒരുപക്ഷെ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോഴും നുണകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴും ഇനി കുറേയേറെ നുണകളെ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കും നിങ്ങൾ? അല്ല, തുടർച്ചയായി നുണ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഐക്യജനാധിപത്യ മുന്നണി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യത്തിന് മാത്രം ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ ഖജനാവിലെ പണമെടുത്ത് കേരളത്തിലെ ഒരു മന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരു ഷട്ടിൽ സർവീസായി കേരളത്തിലെ സർക്കാർ വാഹനം, ഔദ്യോഗിക വാഹനം, മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ പണം അദ്ദേഹത്തിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിൻ്റെ ക്യാബിനറ്റ് തീരുമാനിക്കുമോ? എനിക്കതിൽ വ്യക്തമായൊരു മറുപടി വേണം. വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് മറുപടി പറയാം ശ്രീ മഞ്ചവിളാകം, വളരെ പെട്ടെന്ന്. പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്ത ഭാര്യയുടെയും മകളുടെയും ചെറുമോന്റെയും പൈസ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇവിടെ പ്രശ്നമല്ലല്ലോ മഞ്ചവിളാകം. AP അനിൽകുമാറിന്റെ മകന്റെ കല്യാണ ആവശ്യത്തിന് ഉപയോഗിച്ചതുപോലെയാണോ പിണറായി വിജയന്റെ ഭാര്യയും കാറിൽ പോയി എന്ന് പറയുന്നത്? ആ വാഹനം ഉപയോഗിച്ചത് മകന്റെ വിവാഹ ആവശ്യത്തിനാണ് ആ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത്. ആ പണം തിരിച്ചു പിടിക്കുമോ? ഞാനിവിടെ ഫ്ലൈറ്റിൽ പോലെ മുഖ്യമന്ത്രിയുടെ മകളെയും ഭാര്യയെയും കൊച്ചുമോനും കൂടി യാത്ര നമ്മൾ കണ്ടില്ലേ? അതൊക്കെ തിരിച്ചു പിടിക്കുമെങ്കിൽ ഈ അനിൽകുമാറിന്റെ അച്ഛനോടൊപ്പം മകൻ യാത്ര ചെയ്തും തിരിച്ചു പിടിക്കാം.
അതായത് മഞ്ചവിളാകം കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പിണറായി വിജയന്റെ ഭാര്യയും മകനും പോയത് സ്വന്തം ചെലവിനാണെന്നുള്ളത് കണക്കുകൾ സഹിതം പുറത്തു വന്നതാണ്. ഇതുകൊണ്ടൊക്കെ ഒറ്റ ചോദ്യമുള്ളായിരുന്നു, AP അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് എന്തിനാണ് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചത്? പൂച്ച വെറ്റ് കിടക്കുന്ന ആ 5429 കോടിയിൽ നിന്നല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്? 3.5 കോടി എടുത്തല്ലേ നിങ്ങളുടെ ഔദ്യോഗിക വസതികൾ മോടി പിടിപ്പിക്കുന്നത്? ഇതിനു വേണ്ടി ഉപയോഗിച്ചത് വീണാ വിജയൻ ഭർത്താവിനോടൊപ്പം യാത്ര തിരിച്ചുപിടിക്കണ്ടേ? വീണാ വിജയൻ മന്ത്രിയായ ഭർത്താവിന്റെ എന്തിനാണ് മഞ്ചവിളക്ക് കള്ളത്തര സമയപരിമിതി പോലെ ഇടപെടുകയാണ്? ഇങ്ങനെ സമയപരിമിതി പോലെ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണ് ശ്രീ മഞ്ചവിളാകം. ഒരുപക്ഷേ കേരളത്തിന്റെ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിലെ പണം ഉപയോഗിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ പണം തിരിച്ചു പിടിക്കണ്ടേ? ആ ആദർശധീരന്മാരായ നേതാക്കന്മാരല്ലേ നേതൃത്വം നൽകുന്നത്? ആദർശധീരന്മാരായ നേതാക്കന്മാരല്ലേ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത്? അവർ തീരുമാനമെടുക്കേണ്ട കാര്യമല്ലേ ഇത്? ചർച്ച ഇവിടെ കൺക്ലൂഡ് ചെയ്യേണ്ടി വരികയാണ്. ശ്രീ സുരേഷ് കുമാർ, മഞ്ചവിളാകം, ജോർജ് ജോസഫ്, M ജയചന്ദ്രൻ, ഒരുപക്ഷേ എന്താണ് ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത്? എന്തും കാട്ടിക്കൂട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപക്ഷെ D സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത്. AP അനിൽകുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ വിവാഹം, ആ മന്ത്രിയുടെ മകൻ്റെ വിവാഹം, മകൻ വിവാഹത്തിനെത്തിയത് ഔദ്യോഗിക കാറിൽ. ഒരു പക്ഷേ CPM-ൻ്റെ ഏതെങ്കിലും ഇടതുപക്ഷ മന്ത്രിയോ ലീഡറോ ആണ് ഇക്കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുമായിരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുപോയ ആ സർക്കാരിനെ പൂച്ച വെറ്റ് കിടന്നു എന്ന് പറഞ്ഞ VD സതീശൻ ആ വാക്കുകൾ തിരുത്തുമോ? കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളിൽ എന്താണ് മറുപടി പറയേണ്ടത്? കേരളം കാത്തിരിക്കുകയാണ്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ D സുരേഷ് കുമാർ, മഞ്ചവിളാകം, ജയൻ, ജോർജ് ജോസഫ്, M ജയചന്ദ്രൻ എന്നിവർക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.